സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുകയാണ്. 3 ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് പുതിയതായി യെല്ലോ അലർട്ട്. ഇതോടെ 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പുതിയ മുന്നറിയിപ്പുകൾ വരുന്നത്. സനിസ ചേരുന്നുണ്ട്. സനിസ, എന്തൊക്കെയാണ് മുന്നറിയിപ്പ്? ധന്യ, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുകയാണ്. 3 ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് പുതിയതായി മഴ മുന്നറിയിപ്പുള്ളത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്ന സാഹചര്യമാണ്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ മുന്നറിയിപ്പിൽ വന്നിട്ടുണ്ട്. കേരള തീരങ്ങളിൽ ഇന്നു മുതൽ 15 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൂടാതെ തന്നെ ഈ മഴക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ കനത്തിരിക്കുന്നത്. ഈ ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. തുടർന്നുള്ള 48 മണിക്കൂറിൽ വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്തേക്ക് ഇത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം തുടർച്ചയായി നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. നാളെയും സംസ്ഥാനത്ത് വ്യാപകമായ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലുള്ളവർക്കും അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ ഉള്ളവർക്കുമൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ധന്യ. ശരി സനിസ.